ഒരു ബസ്സിനകത്ത് രണ്ട് മനുഷ്യര് യാത്ര പോവുകയാണ്. ആ ബസ്സിൽ അവർ രണ്ടുപേരേ ഉള്ളൂ. ആ ബസ്സിന് എന്തോ പറ്റിയാണ്, എന്തോ ഒരു അപകടമാണ് പറ്റുന്നത്. ആ അപകടം പറ്റിയ ഉടനെ ഇവരുടെ രണ്ടുപേരുടെയും ബോധം പോകും. പിന്നീട് ഇവർ രണ്ടുപേരും കണ്ണു തുറക്കുന്നതാവട്ടെ ഒരേ ലോകത്താണ്. ആ ലോകത്ത് ഇവർ മാത്രമേ ഉള്ളൂ. അതുമല്ല, ഇവരെ വേട്ടയാടാനായിട്ട് ഒരു മൃഗവും വരുന്നുണ്ട്. ഇവർക്ക് ആ ലോകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയത്തില്ല. ഇനി അത് ഭൂമി ആയിരിക്കത്തില്ലേ, എന്ത് ലോകമായിരിക്കും അത്? ഇവരെ കൊണ്ട് രക്ഷപ്പെടാനായിട്ട് കഴിയോ, ഇല്ലെങ്കിൽ ആ മൃഗം ഇവരെ കൊന്നുകളയോ? എങ്ങനെ അവർ ആ ലോകത്തെത്തി? ഇവര് മാത്രം ആ ലോകത്ത് എങ്ങനെ നിലനിൽക്കുന്നു? ഇതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് 2012 പുറത്തിറങ്ങിയ ആഫ്റ്റർ എന്ന മൂവിയാണ്. കഥയിലോട്ട് പോണേ മുമ്പ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്താൽ അത്ര ഉപകാരപ്രദമായിരിക്കും. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ? സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ്. അവളുടെ പേര് അന്ന എന്നാണ്. അവൾ എങ്ങോട്ടോ യാത്ര പോവാണ് ബസ് കയറിയിട്ട്. അവളുടെ കയ്യിൽ തന്നെ ഡയറി ഉണ്ട്. ആ ഡയറിയിൽ ഓരോ കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണ്. ഇന്ന് നടന്ന ഓരോ കാര്യങ്ങൾ. ഇന്ന് ജാനുവരി 14 അങ്ങനെ അവൾ ആ ബസ്സിൽ ഇരിക്കുമ്പോഴായിരിക്കും ആ ബസ്സിൽ ഒരാളൂടെ കയറി വരുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ആയിട്ടുള്ള ഫ്രെഡിയാണ്. ഇവർ രണ്ടുപേരും ഇപ്പൊ ആ ബസ്സിലുള്ളൂ. ഫ്രെഡി മാനിയായിട്ട് അവന്റെ സീറ്റിൽ പോയിരിക്കും. അങ്ങനെ അവൻ സീറ്റിലിരുന്ന് റെസ്റ്റ് എടുക്കുമ്പോഴായിരിക്കും അവൾ എഴുതിയ ഡയറി തറയിൽ പോയി വീഴുന്നത്. പെട്ടെന്ന് തന്നെ അവനത് അവൾക്ക് എടുത്തു കൊടുക്കുകയാണ്. അത് എടുത്തു കൊടുത്തിട്ട് അവൻ മാറിപ്പോകുന്നില്ല, പകരം അവളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അവൻ എവിടാണ് താമസിക്കുന്നത്, അവൾ എവിടാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ ഇവർ സംസാരിച്ച് വരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത്. അതുപോലെ തന്നെ തൊട്ട് വീട് അടുത്താണ് ഇവർ താമസിക്കുന്നത്. ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മുടെ അന്നയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലെ നേഴ്സാണ്. അതുപോലെ തന്നെ ഫ്രെഡി ആണെങ്കിൽ ഒരു കോമിക് ആർട്ടിസ്റ്റ് ആണ്. ഈ കോമിക് ബുക്ക് ഒക്കെ വരയ്ക്കത്തില്ലേ, അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് ആണ്. അതൊക്കെ അവളെ എടുത്തോണ്ട് ഒന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിനക്കൊരു കാര്യം കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോട്ടോയും വരച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവളുടെ ഒരു ചെറിയ ഡ്രോയിങ്. ഇത് കാണുമ്പോൾ അവൾ ചെറുതായിട്ടൊന്ന് ഇംപ്രസ് ആവുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ അന്നയ്ക്കാണെങ്കിൽ സംസാരിക്കാനായിട്ട് വലിയ താല്പര്യമില്ല. അവൾക്കിപ്പം ഡയറി എങ്ങനെയെങ്കിലും എഴുതി തീർക്കണം. എനിക്ക് കുറച്ച് സമയം വേണം, ഞാൻ ഡയറി എഴുതിക്കോട്ടെ എന്ന് അവനോട് പറയുമ്പോൾ എന്നാൽ പിന്നെ ഞാൻ നിന്നെ ശല്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ മാറിപ്പോനായിട്ട് നിൽക്കും. എന്നാൽ അവനെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അന്നയോട് അവന് ക്രഷ് അടിച്ചിട്ടുണ്ട്. അവളോട് എങ്ങനെയെങ്കിലും സംസാരിക്കണം. അതുകൊണ്ട് തന്നെ പതിയെ തിരിച്ചു വന്നിട്ട് അവിടെ ഇരുന്നിട്ട് അവളോട് ചോദിക്കും, നമുക്കൊരു കാപ്പി കുടിക്കാൻ പോയാലോ എന്ന്. എന്നാൽ അവള് നമുക്ക് നോക്കാന്നാണ് പറയുന്നത്. എന്നാൽ പിന്നെ മിൽക്ക് ഷേക്ക് കുടിക്കാൻ പോയാലോ, അല്ലെങ്കിൽ ചായ കുടിക്കാൻ പോയാലോ, എല്ലാത്തിനും അവള് നോക്കാന്നാണ് പറയുന്നത്. ഇപ്പൊ ചിരിച്ചുകൊണ്ടാണ് അവനോട് വർത്തമാനം പറയുന്നത്. അങ്ങനെ അവര് വീണ്ടും സംസാരിക്കാനായിട്ട് തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ബസ്സിന് എന്തോ പറ്റിയാണ്. ആ ചില്ലൊക്കെ പൊട്ടുന്നുണ്ട്. എന്താ പറ്റിയെന്ന് അറിയാൻ പാടില്ല. കട്ട് ചെയ്താൽ ഒരു കൊച്ചു പെൺകുട്ടിനെയാണ് കാണിക്കുന്നത്. ആ കൊച്ചു പെൺകുട്ടിയും ആ കൊച്ചു പെൺകുട്ടിയുടെ ആന്റിയും കൂടെ എന്തോ ഒരു കളി കളിക്കുകയാണ്. ആ ആന്റി ആണെങ്കിൽ ഒരു കഥ വായിക്കുന്നു. അതിനനുസരിച്ച് ആ കുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. ഇത് സ്വപ്നത്തിൽ കണ്ടുകൊണ്ട് അന്ന ഞെട്ടി എണീക്കുകയാണ്. നേരത്തെ അവള് ബസ്സിലല്ലായിരുന്നോ? എന്നാൽ ഇപ്പൊ എന്താ നടന്നതെന്ന് അവൾക്ക് അറിയാൻ പാടില്ല, നമുക്ക് അറിയാൻ പാടില്ല. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോഴാവട്ടെ ക്ലോക്കിൽ ഒരുപാട് സമയം പോയിട്ടുണ്ട്. അവൾക്ക് ജോലിക്ക് പോകേണ്ടതാണ്. പെട്ടെന്ന് തന്നെ ഒരുങ്ങി നേരെ ഹോസ്പിറ്റലിൽ ചെല്ലും. അവള് ഒരു നേഴ്സ് ആണല്ലോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പണിയെടുത്തോണ്ടിരിക്കുമ്പോൾ ഇവൾക്ക് എന്തോ പോലെ, അതായത് ഈ ഹോസ്പിറ്റലിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവള് തപ്പി ഇറങ്ങും ഹോസ്പിറ്റലിൽ ആരെങ്കിലും ഉണ്ടോന്ന്. അവിടെയെല്ലാം പരതി നോക്കുമ്പോൾ ആരെയും കാണാനില്ല. ഇവളാകെ പേടിച്ചൊരു സ്ഥലത്ത് ചെല്ലുന്നുണ്ട്. ഒരു റൂമാണ്. ഇതൊരു ആരെയും കണ്ടിട്ടില്ല. ഈ ഹോസ്പിറ്റലിൽ ആരുമില്ല. അവിടെ തന്നെ CCTV റെക്കോർഡിങ്സ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ആരെങ്കിലും എന്തൊക്കെയോ സംസാരിക്കുന്നത് പോലെ റെക്കോർഡും ആയിട്ടുണ്ട്. പക്ഷെ അത് കേട്ടിട്ട് അവൾക്ക് മനസ്സിലാവുന്നൊന്നുമില്ല. എന്നാൽ അവിടുത്തെ ഡേറ്റ് കണ്ട് അവള് ഞെട്ടിപ്പോവാണ്. മറ്റൊന്നുമല്ല, മാർച്ച് 14 ആയിട്ടുണ്ട്. അതായത് 2 മാസം കടന്നു പോയിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവൾക്ക് അറിയാൻ പാടില്ല. അവള് ജാനുവരി 14 നേരത്തെ ബസ്സിൽ പോരുന്നത്. എന്നാൽ എങ്ങനെ മാർച്ച് 14 അവൾക്ക് അറിയത്തില്ല. പെട്ടെന്ന് തന്നെ അവൾ കാർ എടുത്ത് ആ തെരുവിൽ കൂടെ കാർ ഓടിച്ചു പോകും. എന്നാൽ ആ തെരുവിൽ കൂടെ പോയിട്ടും ആരെയും കാണാനില്ല, ആരുമില്ല. അവിടെ എല്ലാം കാലിയാണ്. ഓരോ വീട്ടിലും നോക്കുന്നുണ്ട്, എവിടെ ആൾക്കാരില്ല. എന്തായാലും ഓരോ വീട്ടിലും കയറി അന്വേഷിക്കുന്നുണ്ട്. ആ വീട്ടിലെല്ലാം നോക്കിയിട്ട് ആരെയും കാണാനില്ല. ഇവളാകെ തല ബിരുദം അവിടെ ഇരുന്ന് പോവാണ്. പിന്നീട് വീട്ടിൽ വന്ന് കിടന്നുറങ്ങും. രാത്രി ആയിട്ടുണ്ട്. ആ സമയം എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം, എന്തോ പാട്ടിട്ടിരിക്കുന്നത് പോലെ. പതിയെ പതിയെ അവളൊരു ആയുധം എടുത്തിട്ട് പുറത്തോട്ടിറങ്ങി നടന്നു പോകും ആ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തോട്ട്. അങ്ങനെ ഒരു വീട്ടിൽ ചെല്ലുകയാണ്. ആ വീട്ടിൽ ആരോ ഉറക്കെ പാട്ട് വെച്ചിട്ടുണ്ട്. അവളല്ലാതെ വേറെ ആരോ ഈ ഒരു സ്ഥലത്തുണ്ട്. അതാരാണെന്ന് അറിയത്തില്ല. എന്നാലും അവൾ പതിയെ പതിയെ വീട്ടിലോട്ട് കയറി ചെല്ലും, ആരെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അവൾ അങ്ങനെ വീട്ടിൽ പരതി നടക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരാള് പിറകിന്ന് വന്ന് അവളെ പേടിപ്പിക്കുന്നത്. ഇവൾ ആകെ പേടിച്ചു പോകും. അത് മറ്റാരുമല്ല, ഫ്രെഡി തന്നെയാണ്. ഫ്രെഡി ഈ സ്ഥലത്തുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ പാട്ട് ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ട് ഓഫാക്കാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുകയാണ്. ഫ്രെഡി ഈ സ്ഥലം മൊത്തം അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ ആരെയും കണ്ടില്ല. എന്നാൽ ഇപ്പോ അന്നേനെ കണ്ടിട്ടുണ്ട്. അന്നെ അതുപോലെ തന്നെ അന്നയ്ക്കും ഫ്രെഡിക്കും സന്തോഷമായിട്ടുണ്ട്. ഒരാളെ കൂട്ടിന് കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ ഇവിടെ എന്താ നടന്നതെന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കണം. ആരെയും കാണാനില്ല. അതുപോലെ തന്നെ എന്താണ് നടന്നതെന്ന് അറിയാനായിട്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ നടന്ന് പോലീസ് സ്റ്റേഷനിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പോലീസ് സ്റ്റേഷനൊക്കെ അടച്ചിട്ടേക്കാണ്. അതൊക്കെ തല്ലി തുറന്ന് അകത്തോട്ട് കയറി ചെല്ലും ഇവർ രണ്ടുപേരും. പോലീസ് സ്റ്റേഷനിൽ നിന്നും ആരുമില്ല, ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ല. ഇവർ രണ്ടുപേരും കൂടെ വന്നിട്ട് അവിടുത്തെ വോക്കി ടോക്കിയൊക്കെ പരിശോധിച്ച് നോക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വർക്ക് ആവുന്നില്ല. റേഡിയോ നോക്കുന്നുണ്ട്, അതും വർക്ക് ആവുന്നില്ല. എന്തായാലും ഫ്രെഡിക്ക് ശേഷം അന്ന കൂടെ പരിശോധിച്ച് നോക്കുകയാണ്. അതൊന്നും വർക്ക് ആവുന്നില്ല. ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഈ സമയം ഫ്രെഡി ആണെങ്കിൽ അവിടെ എല്ലാം
സ്ഥലത്ത് ഒരു തോക്ക് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പോലീസുകാരന്റെ ബാഡ്ജും. അവൻ ആ തോക്കെടുത്ത് കയ്യിൽ വെക്കുകയാണ്. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലോ? അന്നയ്ക്ക് അവൻ തോക്കെടുക്കുമ്പോൾ ചെറിയൊരു പേടിയാവുന്നുണ്ട്. എന്തിനാന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു കൊടുക്കും, ഇനിയിപ്പോൾ ആരെങ്കിലും വന്നാൽ നമ്മളെ ഉപദ്രവിക്കാൻ നോക്കിയാൽ അവർക്കെതിരെ പ്രതിരോധിച്ച് നിൽക്കാനായിട്ടാണെന്ന്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് പോവാണ് ഈ സ്ഥലത്ത് നിന്ന് പുറത്തു പോകാനായിട്ട്. എന്നാൽ അവർ കാർ ഓടിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ മൊത്തം എന്തോ പുകമായി നിൽക്കുന്നത് പോലെ അങ്ങോട്ട് കാർ ഓടിച്ച് പോകാനായിട്ട് കഴിയത്തില്ല. പതിയെ വണ്ടി നിർത്തുമ്പോൾ ഫ്രെഡി കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഒരു പുകമയത്തിന്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. നല്ല ഇരുണ്ട ഒരു പുകമയം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെ ചെന്നിട്ട് പതിയെ അവൻ കൈവച്ച് നോക്കുമ്പോൾ ഒന്നും പ്രത്യേകിച്ചില്ല. അകത്ത് എന്താന്ന് അവർക്ക് അറിയാനും കഴിയുന്നില്ല. പക്ഷെ ഫ്രെഡി നോക്കുമ്പോൾ ഒരു കാര്യം കാണുകയാണ്. അതായത് ഈ ഒരു പുകമയം പതിയെ അകത്തോട്ട് കയറി വരുന്നുണ്ട്. അതായത് ഇത് ചുരുങ്ങി വരികയാണ് ഈ സ്ഥലം. അധികം വൈകാതെ തന്നെ ഈ ഒരു പുക ഈ സ്ഥലത്തിനകം വിഴുങ്ങിക്കളയും. അത് ഫ്രെഡിക്ക് മനസ്സിലായി. പെട്ടെന്ന് തന്നെ കാറിൽ വന്ന് കയറിയിട്ട് അന്നയോട് കാർ എടുക്കാൻ പറയും. എന്നാൽ കാർ സ്റ്റാർട്ടാക്കാൻ നോക്കിയിട്ട് അത് നടക്കുന്നില്ല. പല തവണയായിട്ട് ശ്രമിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ സ്റ്റാർട്ടാവും. കാർ എടുത്ത് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ്. അവിടെ നിന്നാൽ ഈ പുകമയം അകത്തോട്ട് വരികയാണ്. ഇവരുടെ നേരെ വരികയാണ്. ഇവരെ അത് ചിലപ്പം ഉള്ളിലാക്കിയേക്കാം. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കാർ എടുത്ത് അവിടെ നിന്ന് പോയത്. വീണ്ടും അവർ കാർ ഓടിച്ച് വേറൊരു സ്ഥലത്ത് ചെല്ലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് അറിയാനായിട്ട്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ വീണ്ടും പുകമയമാണ്. അതിനർത്ഥം ഇവിടെ ചുറ്റും പുകമയം കൂടിയിട്ടുണ്ട്. ഇത് എവിടം വരെ കൊണ്ടെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ വന്ന് നോക്കുകയാണ്. അവിടെ വന്ന് നോക്കുമ്പോഴാവട്ടെ ഇവരുടെ ചുറ്റും ഈ പുകമയം ഉണ്ട്. നമ്മളെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കാണിക്കുകയാണ്. അതായത് ഈ പുകമയം എന്താണെന്ന്. ആ സ്ഥലത്തിന്റെ ചുറ്റും ഈ പുകമയം ഇങ്ങനെ മൂടിയിട്ടുണ്ട്. ഇതെന്താണെന്നല്ലേ അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ വേറെ ആരെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് നോക്കിയിട്ട് ഒരു സ്ഥലത്ത് ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ ഒരു റെസ്റ്റോറന്റ് തുറന്നു വെച്ചിട്ടുണ്ട്. രണ്ടുപേർക്കും കൂടെ ഒരുപാട് സന്തോഷമായിട്ട് കാർ ഒതുക്കിയിട്ട് ആ ഒരു റെസ്റ്റോറന്റിലോട്ട് ഓടി കയറി ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരുപാട് മനുഷ്യരുണ്ട്. ഇവർ അവരോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ ആർക്കും അവരെ കാണാനായിട്ട് കഴിയുന്നില്ല. ഇവർ പലതവണയായിട്ട് ശ്രമിച്ചു നോക്കുന്നുണ്ട്. അന്നയ്ക്കൊക്കെ ആണെങ്കിൽ ആകെ പ്രാന്തെടുകയാണ്. ഈ ഫ്രെഡി ആണെങ്കിൽ പതിയെ കടയുടെ പുറത്തോട്ടിറങ്ങും. പുറത്ത് നടന്നു പോകുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റുമെന്ന് അറിയാനായിട്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അവർക്കും കാണാനായിട്ട് കഴിയുന്നില്ല. ഇപ്പൊ അന്ന അകത്ത് നിൽക്കുമ്പോൾ അവളൊരു കാര്യം കാണുകയാണ്. അതായത് അന്നയുടെ കുട്ടിക്കാലം. നമ്മൾ അന്നയുടെ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടീനെ കണ്ടില്ലേ? അത് മറ്റാരുമല്ല അന്ന തന്നെയാണ്. അന്നയും അന്നയുടെ ആന്റിയും കൂടെ അവിടെ ഇരിക്കുന്നു. അതായത് ഇത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണ്. ഇതിപ്പോ അവൾ എങ്ങനെ കാണുന്നെന്ന് അവൾക്ക് അറിയത്തില്ല. അവൾ നോക്കുമ്പോൾ ആന്റി ആണെങ്കിൽ അന്നയ്ക്ക് മാല കൊടുക്കുന്നു. ഇത് അവളുടെ പഴയ ഒരു ഓർമ്മ മാത്രമാണ്. ഇന്നത്തെ ദിവസം അന്നയുടെ ബർത്ത്ഡേ ആണ്ടാണ് ആന്റി ആ മാല കൊടുക്കുന്നത്. ഇതൊക്കെ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞ് അവൾ അങ്ങനെ നിൽക്കുമ്പോൾ ഫ്രെഡി അകത്തോട്ട് കയറി വരും. ഫ്രെഡി അകത്തോട്ട് കയറി വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം മാഞ്ഞു പോയിട്ടുണ്ട്. എല്ലാം പഴയതുപോലെ. ആരും ആ റെസ്റ്റോറന്റിൽ ഇല്ലായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും കുറച്ചു നേരത്തേക്ക് തോന്നിയതാണ്. അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയായിരിക്കാം. കുറച്ചു നേരത്തേക്ക് ഇവരെ കാണിച്ചു കൊടുക്കത്തുള്ളായിരിക്കാം. അങ്ങനെ വല്ലതും ആയിരിക്കാം. നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. ഇത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ പുറത്തു വന്നിരിക്കും. ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അതായത് ഈ എന്നെ നോക്കിയപ്പോൾ അവളുടെ ബോഡി ഹെയർസ് എല്ലാം പെട്ടെന്ന് വളർന്നു. ഇവള് നേരത്തെ ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫ്രെഡിയോട് പറയുമ്പോൾ ഫ്രെഡിയും പറയും അവന്റെ ബോഡി ഹെയർസും പെട്ടെന്ന് തന്നെ വളർന്നിട്ടുണ്ടായിരുന്നു. അവന്റെ താടിയും മുടിയൊക്കെ. അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവർക്കൊരു ഡൗട്ട് എന്താന്ന് വെച്ചാൽ കുറെ അധികം മാസങ്ങൾ കടന്നു പോയതുപോലെ തോന്നുന്നുണ്ട്. ഇതിനുശേഷം ഇവർ വീണ്ടും കാർ എടുത്തൊരു സ്ഥലത്ത് ചെല്ലുകയാണ്. ആ ഒരു പുകമയുള്ള സ്ഥലത്ത്. അവിടെ ചെന്നിട്ട് ഇത് ഫ്രെഡി അളന്ന് നോക്കും. ഇതിങ്ങനെ മുമ്പോട്ട് കയറി വരുമല്ലേ? അത് ഒരു മിനിറ്റിൽ എത്ര കയറി വരുന്നുണ്ടെന്ന് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഫുള്ള് വിഴുങ്ങാനായിട്ട് ഇതിന് 3 ദിവസം വേണ്ടി വരും. 3 ദിവസത്തിനകം ഈ പുകമയം ഫുള്ള് ഈ സിറ്റീനെ വിഴുങ്ങിക്കളയും. അത് ഫ്രെഡിക്കും അതുപോലെ തന്നെ അന്നയ്ക്കും മനസ്സിലായിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ആകെ പേടിച്ച് കാറിൽ വന്നിരിക്കുകയാണ്. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുകയാണ്. വാങ്ങാനൊന്നും ഇല്ലാതൊക്കെ എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഈ പുകമയം ഇവരെ വിഴുങ്ങുവാണെങ്കിൽ ഇവർക്ക് ബങ്കറിൽ പോയി ഒളിച്ചിരിക്കാനായിട്ട് എന്താ സംഭവം എന്ന് അവർക്ക് അറിയത്തില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് എടുക്കുകയാണ്. അതിന്റെ ഇടയിൽ അന്ന ഫ്രെഡിയോട് പറയും എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയ സമയത്താണ് ആ ഒരു കാര്യം കേട്ടതെന്ന്. അങ്ങനെ അന്നയാണെങ്കിൽ ഫ്രെഡിനെയും വിളിച്ച് ആ ഹോസ്പിറ്റലിൽ ചെല്ലും. അവിടെ ആ ഒരു CCTV റൂമില്ലേ അത് കാണിച്ചു കൊടുക്കും. ഇന്ന് മാർച്ച് 14 പറഞ്ഞിട്ട്. എന്നാൽ ഫ്രെഡിക്ക് ഇത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം ജാനുവരി 14 ഇവർ ബസ്സിൽ പോയത്. പെട്ടെന്ന് തന്നെ അവർ കണ്ണു തുറന്നത് ബെഡ്റൂമിലായിരുന്നു. അതെങ്ങനെ നടന്നെന്ന് അവർക്ക് അറിയത്തില്ല. പിന്നെ ആ CCTV റൂമിൽ ഒരു റെക്കോർഡർ ഉണ്ട്. CCTV ഇല്ലെങ്കിലും ഒരു റെക്കോർഡർ ഉണ്ട്. അതിനകത്ത് 2 ഡോക്ടേഴ്സ് തമ്മിൽ സംസാരിക്കുന്നു. ഒരു പെൺകുട്ടിയുണ്ട്. അവള് കോമയിൽ കിടക്കാണ്. ഇപ്പൊ 2 മാസം കഴിഞ്ഞിട്ടുണ്ട് അവള് കോമയിൽ കിടക്കാനായിട്ട് തുടങ്ങിയിട്ട്. ഇതുവരെ അവള് കോമയിൽ എണീറ്റിട്ടില്ല. അതല്ല ആ പെൺകുട്ടി സൈൻ ചെയ്തിട്ടുണ്ട് അവളുടെ ഓർഗൻസ് എല്ലാം ഡൊണേറ്റ് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഇവളെ എന്തായാലും കൊന്നുകളയാന്ന് വെച്ചാൽ കോമയിൽ എണീക്കാത്തത് കൊണ്ട് തന്നെ അവളുടെ ഓക്സിജൻ റിമൂവ് ചെയ്തിട്ട് ഇവളുടെ ജീവൻ എടുക്കും. അതല്ല ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യും. ഇതാണ് ആ ഡോക്ടേഴ്സിന്റെ പ്ലാൻ. അത് ഈ പെൺകുട്ടി തന്നെ സൈൻ ചെയ്ത് കൊടുത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ 3 ദിവസത്തിൽ അവളെ കൊന്നുകളയും. അവളുടെ ആ ഒരു ഓർഗൻസ് ഒക്കെ എടുക്കും. ഇതാണ് ഇപ്പൊ ആ ഒരു റെക്കോർഡിങ്സ് വഴി കേൾക്കുന്നത്. അതല്ല റെക്കോർഡിങ്സിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ പേര് മറ്റൊന്നുമല്ല അന്നയെന്നാണെന്ന്. അതൊരു ബസ് അപകടത്തിൽ വന്ന പെൺകുട്ടി. ഇത് കേൾക്കുമ്പോൾ ഫ്രെഡി ആകെ ടെൻഷൻ ആവുകയാണ്. ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് പേഷ്യൻസിനെയൊക്കെ കിടക്കുന്ന ആ ഒരു റൂമിൽ ചെല്ലും. അതായത് ഈ ഫ്രെഡിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ലോകത്തിന് എന്തൊക്കെയോ പ്രത്യേകതയുണ്ട്. അതുമല്ല അന്ന കോമയിൽ കിടക്കുകയാണെന്ന്. ഈ
അന്ന കോമയിൽ കിടക്കുവാണെങ്കിൽ ഇവളിപ്പോ ഇവിടെ എങ്ങനെ വന്നു? ആ ഒരു സംശയത്തിൽ അന്നയുടെ റൂമിൽ ചെല്ലും. ഹോസ്പിറ്റലിൽ അതേ സെയിം റൂമിൽ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ അവിടെ മനുഷ്യരൊന്നുമില്ല. എന്നാൽ ഒരു ഹെഡ് ബീറ്റ് അളക്കുന്ന മെഷീൻ ഉണ്ട്, ഒരു മോണിറ്ററിംഗ് ഡിവൈസ്. അതിനകത്ത് ഹെഡ് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്നയും പിന്നാലെ വന്നിട്ടുണ്ട്. ഫ്രെഡിക്ക് ഒരു ഡൗട്ട് തോന്നിട്ട് അന്നയോട് ഇവിടെ ഇരിക്കാൻ പറയും. കുറച്ചു നേരത്തേക്ക് ഒന്ന് മിണ്ടാതിരിക്കാനായിട്ട്, കുറച്ചു നേരം സമാധാനപ്പെട്ട് മിണ്ടാതിരിക്കാനായിട്ട്. അവളും ആദ്യം ഒന്ന് ബഹളം വെച്ചെങ്കിലും പിന്നീട് മിണ്ടാതിരിക്കും. ഇപ്പൊ ആ ഡിവൈസ് ഇങ്ങനെ കീ 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 എന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കുകയാണ്. കാരണം ഹെഡ് ബീറ്റ് ഒരുപാട് കൂടുതലാണ്. എന്നാൽ അന്ന സമാധാനപ്പെടുമ്പോൾ അവളുടെ ഹെഡ് ബീറ്റ് കുറയുന്നുണ്ട്. അതിനനുസരിച്ച് ആ മെഷീന്റെ ഹെഡ് ബീറ്റിന്റെ റിംഗിങ് കുറയുന്നുണ്ട്. ആ മെഷീനിൽ ഹെഡ് ബീറ്റ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ഫ്രെഡിക്ക് ഒരു കാര്യം മനസ്സിലായി. അതായത് ഈ ഹെഡ് ബീറ്റ് നോക്കുന്നത് മറ്റാരുടെ അല്ല, അന്നയുടെയാണെന്ന്. അന്ന സമാധാനപ്പെട്ടപ്പോൾ അവളുടെ ഹെഡ് ബീറ്റ് കുറഞ്ഞു. അതുപോലെ തന്നെ അന്ന ഒന്ന് പേടിച്ചപ്പോൾ ആ ഒരു കോമയുടെ കാര്യം പറഞ്ഞപ്പോൾ അവളുടെ ഹെഡ് ബീറ്റ് റേസ് ആയില്ലായിരുന്നോ? ഇതൊക്കെ കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും എന്തോ ഡൗട്ട് ആവുകയാണ്. ഫ്രെഡി വീണ്ടും വേറൊരു റൂമിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് അവിടെ എല്ലാം പരതുകയാണ്. അവിടെ പരതുമ്പം അതുപോലെ തന്നെ ഒരു മെഷീൻ ഉണ്ട്. ആ മെഷീനകത്ത് ഹെഡ് ബീറ്റ് ഒരുപാട് കൂടുതലാണ്. അത് മറ്റാരുടെ ഹെഡ് ബീറ്റ് അല്ല, ഫ്രെഡിയുടെ ഹെഡ് ബീറ്റ് തന്നെയാണ്. അന്നിനെ കൊണ്ട് അവന്റെ കയ്യിൽ പിടിപ്പിക്കും. എന്നിട്ട് അത് നോക്കും. നോക്കുന്ന സമയത്ത് അവന്റെ ഹെഡ് ബീറ്റിനനുസരിച്ചാണ് അത് കൂടുകയും കുറയും ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ആകെ തകർന്നു പോവാണ്. എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇവരുടെ ഹെഡ് ബീറ്റ് എങ്ങനെ ഇവരുടെ ദേഹത്ത് അത് കടിപ്പിക്കാതെ അറിയാനായിട്ട് കഴിയുന്നുണ്ട്. ഫ്രെഡിക്ക് ഒരു കാര്യം മനസ്സിലായി. ഇവർ രണ്ടുപേരും ഒരുമിച്ച് കോമയിൽ കിടക്കാണ്. പക്ഷെ ഇവരുടെ ബ്രെയിൻ എങ്ങനെ കണക്റ്റഡ് ആയെന്ന് ഇവർക്ക് അറിയത്തില്ല. ഇവർ രണ്ടൊരു കോമയിലാണല്ലോ. പിന്നെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവർ ആ റെക്കോർഡിങ്സിൽ കേട്ടില്ലേ അന്നയുടെ ജീവൻ ഒരു 3 ദിവസം കൂടെ അവർ വെച്ചേക്കത്തുള്ളന്ന്. കാരണം അന്നയുടെ ഓർഗൻസ് എടുക്കാൻ പോവാണ്. നേരത്തെ ആ ഒരു പുകമയം 3 ദിവസത്തിനുള്ളിൽ ഇവിടെ കവർ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? അതിനർത്ഥം അന്ന 3 ദിവസത്തിനകം മരിച്ചു പോവെന്നാണ്. അവളുടെ ബോധം വന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ കോമയിൽ പുറത്തോട്ട് ചെല്ലണം. അതിപ്പോ എങ്ങനെ കഴിയുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു പുകമയം ഉള്ള സ്ഥലത്ത് ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോൾ എങ്ങനെ ഇവിടുന്ന് കടക്കണമെന്ന് അറിയത്തില്ല. ഇനി ഈ പുകമയത്തിന്റെ അകത്തൂടെ പോയാൽ എന്തെങ്കിലും രക്ഷയുണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടെ അതിന്റെ അകത്തോട്ട് കയറി ചെല്ലും ടോർച്ച് അടിച്ചിട്ട്. എന്നാൽ അന്നയ്ക്ക് വലിയ താല്പര്യമില്ല. അവൾക്ക് ഒരുപാട് പേടിയാണ്. ഈ പുകമയത്തിന്റെ അകത്ത് വെച്ച് അവർക്ക് ഒരുപാട് ക്ഷീണം വരും. അന്നയ്ക്ക് ഒരുപാട് ക്ഷീണം ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാലും അവൻ നിർബന്ധിച്ച് അവളെയും കൊണ്ട് ആ ഒരു പുകമയത്തിന്റെ അകത്തൂടെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് കാറ്റാണ്. ഇവർ രണ്ടുപേരും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അതിന്റെ അകത്തൂടെ നടന്നു പോകുന്നത്. നടന്ന് ചെല്ലുമ്പോൾ കാറ്റൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ചെല്ലും. അതുമല്ല തൊട്ട് ഫ്രണ്ടിൽ ഒരു ഡോറും കാണാം. ആ ഡോറ് കാണുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവും ആ ഡോറ് വഴി പുറത്തു പോവാണെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാന്ന്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ തുറക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇത് താക്കോലുണ്ടെങ്കിലേ തുറക്കത്തുള്ളൂ. താക്കോൽ എവിടാണെന്ന് നോക്കുമ്പോൾ താക്കോല് മൊത്തം തറയിൽ കിടപ്പുണ്ട്. കുറെ അധികം താക്കോല്. ഇതിനകത്ത് അതിന്റെ താക്കോല് കണ്ടുപിടിക്കണം. ആ ഡോറിന്റെ താക്കോല്. ഫ്രെഡി ആണെങ്കിൽ ഏതോ ഒരു താക്കോൽ എടുത്ത് അതിനകത്ത് ഇട്ട് നോക്കും. എന്നാൽ ആ താക്കോൽ അല്ലാത്തത് കൊണ്ട് തന്നെ ആ ഡോറിന്റെ പൂട്ട് വഴി ആ താക്കോല് തിരിച്ചു വരികയാണ്. ഇപ്പൊ അവർക്ക് വേറെ വഴിയില്ല. അതുമല്ല അന്ന നോക്കുന്ന സമയത്ത് സൈഡിലായിട്ട് എന്തോ ഒരു ചങ്ങല കാണുന്നുണ്ട്. ഫ്രെഡിയും വിളിച്ച് കാണിച്ചു കൊടുക്കും. ഫ്രെഡിയും അന്നയും കൂടെ വന്ന് നോക്കും. ആ ചങ്ങലയിൽ പിടിച്ചു നോക്കുകയാണ്. ഈ ചങ്ങല ഇങ്ങനെ അനങ്ങുന്നുണ്ട്. എന്താ സംഭവം എന്ന് അറിയത്തില്ല. പെട്ടെന്ന് ഒരു മൃഗത്തിന്റെ അലർച്ച കേൾക്കാം. ഇവരെ പിടിക്കാൻ വരുന്നത് പോലെ ആ മൃഗം ഇവരുടെ പിന്നാലെയും വരുന്നുണ്ട്. ഇവർ വിടില്ല. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടും. ആ ഒരു സ്ഥലത്തൂടെ അങ്ങനെ ഓടുകയാണ്. അന്ന തറയിലൊക്കെ വീഴ്ന്നു പോകുന്നുണ്ട്. എന്നാലും ഫ്രെഡി വിടാതെ തന്നെ അവളെ പിടിച്ചെടുത്ത് അവിടെ നിന്ന് പുറത്തോട്ടിറങ്ങി വരും. ഫ്രെഡി പറയും ഞാൻ കാർ എടുക്കാന്ന്. അന്ന താക്കോല് അവന് എറിഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ താക്കോല് തറയിൽ പോകും. അതുമല്ല മൃഗം തൊട്ട് പിന്നാലെയുണ്ട്. രണ്ടുപേരും കൂടെ ഒരുമിച്ച് പെട്ടെന്ന് കാറിൽ കയറുകയാണ്. പുറത്ത് നിന്നാൽ ആ മൃഗം ഇവരെന്തെങ്കിലും ചെയ്താലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് കാറിൽ കയറിയത്. കാർ സ്റ്റാർട്ടാക്കാനായിട്ട് ഇവരുടെ താക്കോലില്ല. താക്കോൽ എങ്ങനെയെങ്കിലും എടുത്തല്ലേ പറ്റൂ. അതുമല്ല ഫ്രെഡി താക്കോൽ എടുക്കാനായിട്ട് പുറത്തോട്ടിറങ്ങും. ഈ പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് ആ മൃഗത്തിന്റെ ചങ്ങല അവിടെ കുടുങ്ങിക്കിടപ്പുണ്ട് കാറിനകത്ത്. ഈ മൃഗം ഇങ്ങ് വന്നത് കൊണ്ട് തന്നെ ചങ്ങല കുടുങ്ങിയതാണ്. ആ മൃഗത്തിനെ ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഫ്രെഡി ആണെങ്കിൽ ആ ചങ്ങലയിൽ ചവിട്ടി താഴെ വീഴാനായിട്ട് പോകുന്നുണ്ട്. താഴെ വീഴുന്നുണ്ട്. അവൻ വെറുതെ വിടത്തില്ല. അവന്റെ ഇന്ന് തെറിച്ചു പോയ ആ ഒരു ടോർച്ചും അതുപോലെ തന്നെ താക്കോലും എടുത്ത് പെട്ടെന്ന് തന്നെ കാറിൽ വന്ന് കയറും. കാർ സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. കാർ സ്റ്റാർട്ട് ആവുന്നില്ല. വീണ്ടും ട്രൈ ചെയ്ത് സ്റ്റാർട്ടാക്കും. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോവുകയാണ്. തൽക്കാലത്തേക്ക് ആ മൃഗത്തിന് ഇവരെ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ഒരു സ്ഥലത്ത് വരും. അതായത് ഈ തോക്കൊക്കെ വിൽക്കുന്ന കടയിൽ. അവിടെ നിന്നൊരു തോക്ക് കൈക്കലാക്കാണ് ഷൂട്ട് ചെയ്യാനായിട്ട് ആ മൃഗത്തിന്. ഫ്രെഡിയാണ് തോക്ക് എടുക്കുന്നത് ആ മൃഗത്തിനെ കൊല്ലാനായിട്ട്. ആ ഒരു തോക്ക് എടുത്തിട്ട് അവൻ പുറത്തോട്ടിറങ്ങി വരികയാണ്. പിന്നാലെ തന്നെ അന്നയുണ്ട്. അന്നയാണെങ്കിൽ ഒരുപാട് പേടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു റിസ്ക് എടുക്കേണ്ടതെന്നാണ് അവള് പറയുന്നത്. എന്നാൽ ഫ്രെഡിക്ക് ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കിയേ പറ്റൂ. അതുകൊണ്ട് തന്നെ ഫ്രെഡി ആണെങ്കിൽ വേറൊരു മാർഗം പറയും. അതായത് ഇവർ റോഡ് മാർഗമല്ലേ ശ്രമിച്ച് നോക്കിയിട്ടുള്ളൂ ഈ ഒരു പുകയുണ്ടോന്ന്. ഇനിയിപ്പോ നദി വഴി പോയി നോക്കിയാലോ അവിടെ ആ ഒരു പുകയുണ്ടോന്ന്. അതുകൊണ്ട് തന്നെ അന്നേനെയും വിളിച്ചിട്ട് അവന്റെ ഒരു പഴയ വീട്ടിൽ വരും. അവിടെ വരുമ്പോഴാവട്ടെ അവിടെ ഒരു ബോട്ടുണ്ട്. എന്തായാലും ഇവർ ഈ ബോട്ട് എടുക്കുന്ന സമയത്ത് തൊട്ടടുത്തൊരു വീട് കാണുകയാണ്. അത് ഈ ഫ്രെഡിയുടെ പഴയ വീടാണ് കേട്ടോ. അവിടെ ലൈറ്റ് ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. രണ്ടുപേരും കൂടെ പതിയെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോൾ അതിന്റെ അകത്ത് മൊത്തം പ്രകാശമാണ്. അതുപോലെ തന്നെ പുറത്തും പ്രകാശമാണ്. ഇതൊന്നും മൈൻഡ് ചെയ്യാതെ രണ്ടുപേരും കൂടെ മണ്ടിലോട്ട് കയറി ചെല്ലും. അതായത് മുകളിലോട്ട് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴവിടെ ഒരു മനുഷ്യൻ അതുവഴി നടന്നു പോകുന്നുണ്ട്. അത് മറ്റാരുമല്ല ഫ്രെഡിയുടെ രണ്ടാനച്ഛനാണ്. അയാളുടെ പിന്നാലെ ഫോളോ ചെയ്ത് ഫ്രെഡി
ഫ്രെഡിയും അതുപോലെ തന്നെ അന്നയും ചെല്ലും. ഇവർ രണ്ടുപേരും കൂടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഈ ഫ്രെഡിയുടെ അച്ഛൻ ചെന്നേക്കുന്നത് മറ്റാരുടെ അടുത്തല്ല, ചെറുപ്പകാലത്തുള്ള ഫ്രെഡിയുടെ അടുത്താണ്. ഈ അച്ഛൻ വന്ന് കുട്ടി ഫ്രെഡി എടുത്ത് സംസാരിക്കും. കുട്ടി ഫ്രെഡി സ്കൂളിലൊക്കെ അടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടി ഉണ്ടാക്കിയിട്ട് പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫ്രെഡിയുടെ അമ്മയാണ് രണ്ടാം അച്ഛനെ പറഞ്ഞയച്ചേക്കുന്നത് അവനൊന്ന് ഉപദേശിക്കണമെന്ന് പറഞ്ഞിട്ട്. അച്ഛൻ വന്ന് അവനോട് മാനിയായിട്ട് സംസാരിക്കുകയാണ്. എന്താ മോനെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, മോൻ്റെ തെറ്റില്ലെന്നൊക്കെ അറിയാം, എന്നാലും അടി ഉണ്ടാക്കാൻ പോലെന്നൊക്കെ പറഞ്ഞിട്ട്. അതുമല്ല ഫ്രെഡിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ബേസ് ബാളാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഫ്രെഡിക്ക് അച്ഛനോട് വലിയ താല്പര്യം ഇല്ലെങ്കിലും ഇത്രയും നന്നായിട്ട് സംസാരിക്കുമ്പോൾ അവന് ചെറിയൊരു താല്പര്യമൊക്കെ വരികയാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടെ നിന്ന് മാറിപ്പോവും. ഇതെല്ലാം കാണുമ്പോൾ ഫ്രെഡിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ. ഇവൻ പതിയെ തിരിഞ്ഞിട്ട് അന്നയോട് ഓരോ കാര്യങ്ങൾ പറയാണ്, എന്റെ ചെറുപ്പകാലമാണെന്നൊക്കെ. അങ്ങനെ പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലം മാറുകയാണ്. അതായത് ഇത്രയും നേരം കണ്ട അവന്റെ ഓർമ്മകളെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പകരം അവിടെ വെറും ഇരുട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇവർക്ക് എന്താ സംഭവം എന്ന് അറിയത്തില്ല. ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നേരത്തെ അന്നയ്ക്കും കാണാനായിട്ട് കഴിഞ്ഞല്ലോ. ഇതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ബോട്ട് എടുത്ത് നദിക്കരയിൽ ചെല്ലും. നദിയിൽ ഇറക്കിയിട്ട് രണ്ടുപേരും കൂടെ തുഴഞ്ഞു പോവാണ്. ഫ്രെഡിക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ, അവന്റെ ചെറുപ്പകാലം കണ്ടപ്പോൾ. അത് മാറ്റാനായിട്ട് അന്ന അവനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ്. അന്ന അവനോട് ചോദിക്കും, നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കോമിക് ഏതാണ്, ഏത് വരയ്ക്കാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന്. അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റൊന്നല്ല, ഈ ഹൊറർ ടൈപ്പ് കോമിക്ക് വരയ്ക്കാനായിട്ടാണ്. എന്തായാലും അന്ന ഒരു കാര്യം പറയാണ്, അതായത് അവൾക്ക് ഈ നാടകത്തിന്റെ കഥയൊക്കെ എഴുതാൻ ഒരുപാട് ഇഷ്ടമാണ്. അവൾ അതുപോലെ കുട്ടിക്കാലത്തൊക്കെ എഴുതുമായിരുന്നു. എന്നാൽ വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ, വീട്ടുകാരുടെയും അതുപോലെ തന്നെ ഇത് വായിക്കുന്ന ആൾക്കാരുടെയും വലിയ സപ്പോർട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അവൾ നിർത്തി. ഇതൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ബോട്ട് തുഴഞ്ഞ് ആ ഒരു സ്ഥലത്ത് ചെല്ലുകയാണ്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന സ്ഥലത്ത്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ആ പുകമയം അവിടെ ഉണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും രക്ഷപ്പെട്ടു പോകാൻ കഴിയത്തില്ല എന്ന് ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ കാർ എടുത്ത് വീണ്ടും അന്നയുടെ വീട്ടിൽ വരികയാണ്. തൽക്കാലത്തേക്ക് ഫ്രെഡി പോകുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും പിരിഞ്ഞു പോകേണ്ട കാര്യമില്ലല്ലോ, എന്താണ് ഇനി അടുത്ത് നടക്കുന്നതെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ സഹായത്തിനായിട്ട് രണ്ടുപേരും അടുത്തടുത്ത് വേണം. രണ്ടുപേരും കൂടെ വീട്ടിന്റെ അകത്ത് പോവാണ്. അന്ന അവളുടെ റൂമിലും അതുപോലെ തന്നെ ഫ്രെഡി ഹാളിലുമാണ്. ഇപ്പൊ അന്ന അവളുടെ റൂമിൽ ഇരുന്നിട്ട് ആന്റി കൊടുത്ത മാല നോക്കി ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ആന്റി മരണപ്പെട്ടു പോയി കേട്ടോ. ആ ഒരു വിഷമാണ് അവളുടെ മുഖത്ത്. അങ്ങോട്ട് ഫ്രെഡി കൂടെ വന്നിട്ട് അവളെ സമാധാനപ്പെടുത്തുകയാണ്. എന്തിനാണ് ഈ കരയുന്നത്, നീ അടിപൊളിയാണ്. അതായത് ഞാൻ ഈ റൂമൊക്കെ നോക്കിയപ്പോൾ എല്ലാം അടിക്ക് പറക്കിയാണ് വെച്ചേക്കുന്നത്, അതിനർത്ഥം നീ അടിപൊളിയാണെന്നാണ്. ഇതൊക്കെ പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവൻ പുറത്തു പോയി സെറ്റിലാണ് കിടന്നുറങ്ങുന്നത്. അതായത് അവിടുത്തെ സോഫയിൽ. അവന് രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉറക്കം കിട്ടുന്നില്ല. പെട്ടെന്ന് അവൻ ചാടി എണീറ്റ് അവന്റെ വീട്ടിൽ പോവാണ്. അവിടെ ചെന്നിട്ട് അവൻ വരച്ച കോമിക്കൊക്കെ നോക്കും. നേരത്തെ നമ്മളൊരു ഓർമ്മ കണ്ടില്ലായിരുന്നോ, ഫ്രെഡിയുടെ അച്ഛൻ അവനെ ഒന്ന് സമാധാനപ്പെടുത്തിയില്ലേ കുട്ടിക്കാലത്തുള്ള ഫ്രെഡിനെ. അപ്പൊ ഈ കുട്ടി ഫ്രെഡി ഒരു കോമിക്ക് വരച്ചില്ലായിരുന്നോ, ആ കോമിക്കാണ് അവൻ ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഇത് എടുത്ത് അന്നടുത്ത് വന്നിട്ട് അവളോട് കാര്യങ്ങൾ പറയും. അതായത് ഈ കോമിക്കിൽ ഒരു ഡോറ് വരച്ചു വെച്ചിട്ടുണ്ട് കുട്ടിക്കാലത്തെ ഫ്രെഡി. ആ ഡോറാണ് ഇവർ നേരത്തെ കണ്ടത്, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള താക്കോലുള്ള ഡോറ്. അതിനർത്ഥം ഇവൻ കോമിക്കിൽ വരച്ച ഡോറാണ് അവിടെ വന്നിരിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ ഉറക്കം കിട്ടാതെ ഒരു സ്ഥലത്തോട്ട് ചെല്ലും, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ വേറൊരു ഓർമ്മ അവർക്ക് കാണാം. അതായത് ഒരു ഉത്സവം നടക്കുന്ന സ്ഥലം, ഒരു ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലം. ഇവർ രണ്ടുപേരും കൂടെ ആ ഒരു സ്ഥലത്തോട്ട് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാവട്ടെ ഇവർക്ക് രണ്ടുപേർക്ക് രണ്ടുപേരുടെ ചെറുപ്പകാലങ്ങളിൽ കാണാം. അന്നയാണെങ്കിൽ അവളുടെ ചെറുപ്പകാലത്തിന്റെ പിന്നാലെ പോവും. അതുപോലെ തന്നെ ഫ്രെഡി അവന്റെ ചെറുപ്പകാലത്തിന്റെ പിന്നാലെ. അന്ന നോക്കുമ്പോൾ ചെറുപ്പകാലത്തുള്ള അന്നയും അതുപോലെ തന്നെ അന്നയുടെ ആന്റിയും കൂടെ ഒരുമിച്ച് ആ ഒരു ഫെസ്റ്റിവലിൽ വന്നിട്ട് ആഘോഷിക്കുകയാണ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്. ഫ്രെഡി നോക്കുമ്പോൾ അവന്റെ ചെറുപ്പകാലത്തിലുള്ള ഫ്രെഡി അവന്റെ കൂട്ടുകാരുമായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അവന്മാരെ കൂട്ടുകാരെന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. പകരം ഫ്രെഡിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് ടീസ് ചെയ്യുന്നുണ്ട്. നിന്നെ കൊണ്ട് ഇത് കഴിയത്തില്ല, ബലൂൺ പൊട്ടിക്കാനായിട്ട് കഴിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഗെയിം കളിക്കുകയാണ്. പൈസ കൊടുത്തിട്ട് ബലൂൺ പൊട്ടിക്കുന്ന ഒരു ഗെയിം. ഫ്രെഡിയെ മനഃപൂർവ്വം തന്നെ കൂട്ടുകാരൊക്കെ തള്ളി മാറ്റുന്നുണ്ട് ഷൂട്ട് ചെയ്ത് ഇടാതിരിക്കാനായിട്ട്. കൂട്ടുകാർ മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കൂട്ടുകാരാണ്, എന്നാൽ നല്ല കൂട്ടുകാരല്ല. ഫ്രെഡിയോട് ചോദിക്കും, നിനക്ക് പ്രേതത്തിന് പേടിയുണ്ടോ, എന്നാ പിന്നെ നമുക്കൊരു വീട്ടിൽ പോയാലോ പ്രേതം ഉള്ളത്, നിനക്ക് പേടിയുണ്ടോ എന്നൊക്കെ നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഫ്രെഡി അത് ഭയങ്കര ധൈര്യമായിട്ട് എടുക്കുകയാണ്. എനിക്കൊരു പ്രേതത്തിനെയും പേടിയില്ല, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം, എനിക്ക് പ്രേതമുള്ള വീട്ടിൽ പോകുന്നതിന് വലിയ പേടിയില്ല എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരുടെ പിന്നാലെ അവിടെ നിന്ന് പോവാണ് ബലൂൺ പൊട്ടിക്കാതെ. അതുപോലെ അന്ന നോക്കുമ്പോഴാവട്ടെ കുട്ടി അന്നയും അതുപോലെ തന്നെ ഈ ആന്റി ഇരിക്കുമ്പോൾ ആന്റിക്ക് വയ്യാതാവുന്നുണ്ട്. ആന്റി എണീക്കാൻ നോക്കുമ്പോൾ എന്തോ നെഞ്ചുവേദന പോലെ. എന്നാൽ ആന്റി അതൊക്കെ അന്നയോട് മറച്ചു വെച്ചിട്ട് എനിക്കൊന്നുമില്ല, ചിലപ്പോൾ പ്രായമായതിന്റെ എന്ന് വിചാരിച്ച് അതും പറഞ്ഞിട്ട് അന്നേനെയും വിളിച്ച് അവിടെ നിന്ന് പോവാണ്. ചെറുപ്പകാലത്തിലുള്ള അന്നേനെയും വിളിച്ച് ആന്റി അവിടെ നിന്ന് പോകുന്നുണ്ട്. നമ്മുടെ വലിയ അന്നയ്ക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിയത്തുള്ളൂ. അവരോട്ട് മിണ്ടാനോ അല്ലെങ്കിൽ അവരെ തൊടാനോ ഒന്നിനും കഴിയത്തില്ല. ഇപ്പൊ ചെറുപ്പം അന്ന ആന്റിയുടെ കൂടെ പോകുന്ന സമയത്ത് ഈ ചെറുപ്പമായിട്ടുള്ള അന്നയുടെ ദേഹത്ത് ഫ്രെഡി വന്ന് തട്ടുന്നുണ്ട്. ചെറുപ്പമായിട്ടുള്ള ഫ്രെഡി. രണ്ടുപേരും കൂടെ തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് മാറിപ്പോവാണ്. ഇപ്പൊ ഇവർ രണ്ടുപേരും ആ ഒരു രണ്ട് രൂപത്തിന്റെ പിന്നാലെ വന്നിട്ടുണ്ടല്ലോ. ചെറിയ ഫ്രെഡിയുടെ പിന്നാലെ വലിയ ഫ്രെഡിയും അതുപോലെ തന്നെ ചെറിയ അന്നയുടെ പിന്നാലെ വലിയ അന്നയും. രണ്ടുപേരും കൂടെ വരുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു സ്ഥലത്തെ രൂപമൊക്കെ മാറുകയാണ്. അവിടുത്തെ വെളിച്ചമൊക്കെ മാറിയിട്ട് എല്ലാം പഴയതുപോലെ ഇരുട്ടായിട്ട് മാറുകയാണ്. രണ്ടുപേരും ഒരുമിച്ച് കണ്ടിട്ടുണ്ട്. അതിനർത്ഥം ഇവർ രണ്ടുപേരും കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ബസ്സിൽ വെച്ചല്ല അവർ ആദ്യമായിട്ട് കണ്ടത്. കുട്ടിക്കാലത്ത് രണ്ടുപേരും
കണ്ടിട്ടുണ്ടായിരുന്നു, ദേഹത്ത് തട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തമ്മിൽ കണക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അവർക്കും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. ഇതെല്ലാം കൂടെ ആകുമ്പോൾ അന്നയ്ക്ക് ഒരുപാട് വിഷമവും. കാരണം അന്നയുടെ ആന്റി മരിക്കാനായിട്ട് കാരണം അന്നയാണെന്നാണ് അന്ന വിശ്വസിക്കുന്നത്. അന്ന് സ്വപ്നത്തിൽ വെച്ച് അന്ന, അതായത് ഈ കുട്ടി അന്ന ആന്റിയായിട്ട് ഒരു നാടകം കളിച്ചില്ലായിരുന്നു. അന്ന് ആ നാടകത്തിന് നിർബന്ധിച്ചത് കുട്ടിയായിട്ടുള്ള അന്നയാണ്. അങ്ങനെ ആന്റി കൂടെ കളിച്ചു. പക്ഷെ അവിടെ കുറേയധികം മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ചില്ലായിരുന്നു. അതൊക്കെ അന്നയുടെ പരിപാടിയായിരുന്നു. ആ ഒരു മെഴുകുതിരി മറിഞ്ഞിട്ട് അവിടുത്തെ കർട്ടണിൽ തീ പിടിച്ച് അന്നയുടെ ആന്റി മരണപ്പെട്ടു പോയി. അങ്ങനെയാണ് അന്നയുടെ ആന്റി മരണപ്പെടുന്നത്. ഇപ്പൊ ഇത് ആലോചിച്ചിട്ട് ഫ്രെഡിയോട് പറഞ്ഞ് അങ്ങനെ കരയാണ്, എന്റെ അബദ്ധം കൊണ്ടാണ് എന്റെ ആന്റി മരിച്ചു പോയെന്ന്. ഫ്രെഡി അടുത്ത് വന്ന് അവളെ സമാധാനിപ്പിക്കും. അങ്ങനെയൊന്നുമില്ല, നീ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മൃഗത്തിന്റെ അലർച്ച കേൾക്കാൻ രണ്ടുപേരും കൂടെ പേടിച്ച് അന്യനെയും വിളിച്ച് ഫ്രെഡി അവിടെ നിന്ന് ഓടിപ്പോവാണ്. രണ്ടുപേരും കൂടെ ഓടി ഒരു സ്കൂളിൽ വരും. അവിടുത്തെ ഒരു ക്ലാസ് റൂമാണ് അത്. രണ്ടാമത്തെ നില. അവിടെ നിന്ന് ചാടി രക്ഷപ്പെട്ടു പോകാനൊന്നും കഴിയത്തില്ല. അതുമല്ല മൃഗം പിന്നാലെ തന്നെ ഉണ്ട്. രണ്ടുപേരും കൂടെ ഒരു ഡെസ്കിന്റെ അടിയിൽ ഒളിച്ചു വന്നിരിക്കുകയാണ്. ഇവരെ കാണാൻ കഴിയാതെ ആ മൃഗം ഇവരുടെ പിന്നാലെ വന്ന് അവിടെ എല്ലാം പരതുന്നുണ്ട്. പക്ഷെ ആ ഒരു മൃഗത്തിന് അവിടെ നിന്ന് കുറച്ച് ദൂരെ വരാനായിട്ട് കഴിയത്തുള്ളൂ. അവിടെ വന്ന് ചങ്ങലയ്ക്ക് പിടിച്ചു നിൽക്കുകയാണ്. ഇത് നിഴല് വഴി ഫ്രെഡി കാണുന്നുണ്ട്. അവളോട് പറയും, ഇപ്പോഴാണ് ഈ മൃഗത്തിനെ കൊല്ലാനായിട്ട് പറ്റിയ സമയമെന്ന്. അതുമല്ല അവൻ പതിയെ ഒളിക്കണ്ണിട്ട് നോക്കുമ്പോൾ ആ ഒരു മൃഗത്തിന്റെ കഴുത്തിൽ ഒരു താക്കോൽ ഇരിക്കുന്നതായിട്ട് അവൻ കാണുന്നുണ്ട്. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ഡോറിന്റെ ആ ഒരു താക്കോല്, അത് തുറക്കാനുള്ള താക്കോല്. ഇത് കാണുമ്പോൾ അവന് മനസ്സിലാവും ആ മൃഗത്തിനെ കൊന്നാൽ മാത്രമേ അവന് താക്കോല് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ പതിയെ തോക്കെടുത്ത് ആ മൃഗത്തിനെ ഷൂട്ട് ചെയ്യും. ആദ്യം ഷൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ ദേഹത്ത് കൊള്ളത്തില്ല. രണ്ടാമത്തെ ഷൂട്ടിൽ അതിന്റെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. എന്നാൽ അത് ചാവുന്നൊന്നുമില്ല. അത് അവിടെ നിന്ന് കരഞ്ഞിട്ട് മാറിപ്പോവും. തൽക്കാലത്തേക്ക് അവർക്ക് താക്കോല് കിട്ടിയില്ല. രക്ഷപ്പെട്ടു പോകാനായിട്ടും കഴിഞ്ഞില്ല. ആ മൃഗം അവിടെ നിന്ന് പേടിച്ച് മാറിപ്പോയല്ലോ. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും കൂടെ തിരിച്ച് വീട്ടിൽ വരും. ഈ അന്ന എഴുതിയ നാടകം അവന് കാണിച്ചു കൊടുക്കുകയാണ്. ആ നാടകത്തില് അന്ന ആ ഒരു മൃഗത്തിനെ പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മൃഗമുണ്ട്, ആ മൃഗം മനുഷ്യനെയാണ് തിന്നുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ആ മനുഷ്യനെ പിടിക്കാനായിട്ടാണ് ഈ മൃഗം വന്നിരിക്കുന്നത്, അന്നേനെയും അതുപോലെ തന്നെ ഫ്രെഡിനെയും പിടിക്കാനായിട്ട്. ഇതിനർത്ഥം ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. ഇവരുടെ രണ്ടുപേരുടെ ഓർമ്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്. അന്ന എഴുതിയ പോലത്തെ ഒരു മൃഗം, അതുപോലെ തന്നെ ഫ്രെഡി വരച്ചതുപോലെ ഒരു ഡോറുമാണ് ഇവർ രണ്ടുപേരും ഈ ഒരു സ്ഥലത്ത് കാണുന്നത്. പക്ഷെ എങ്ങനെ വന്നെന്ന് ഇവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. എന്നാൽ ആ മൃഗത്തിനെ കൊന്നാൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയത്തുള്ളൂ, ആ താക്കോല് കിട്ടിയതിനു ശേഷം. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ ഒരു പ്ലാൻ ഇട്ടിട്ട് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് കുറേയധികം ഇറച്ചികൾ എടുക്കുന്നുണ്ട്. പിന്നെ വേറെ എവിടെയൊക്കെ ചെന്നിട്ട് കുറെ പടക്കങ്ങൾ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി വെക്കുകയാണ്. ഈ മൃഗം ഇറച്ചി തിന്നും, അതും മനുഷ്യന്റെ ഇറച്ചി. അതുകൊണ്ട് തന്നെ ഈ ഇറച്ചിയുടെ മണം അടിച്ചിട്ട് വരാനായിട്ട് ഇറച്ചി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. പിന്നെ പടക്കങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഈ മൃഗം വരുമ്പോൾ പൊട്ടിക്കാനായിട്ട്. ഇതെല്ലാം വെച്ചിട്ട് ഇവർ രണ്ടുപേരും ബിൽഡിങ്ങിന്റെ മണ്ടയിൽ കയറിയിരിക്കുകയാണ്. ആ ഒരു മൃഗം വരുമ്പോൾ അതിനെ കൊല്ലാനായിട്ട്. ഇവർ വിചാരിച്ചതുപോലെ തന്നെ ആ മൃഗം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ആ മൃഗം വന്ന് അതിന്റെ ചുറ്റും ഇങ്ങനെ നടക്കുകയാണ്. ഫ്രെഡി പതിയെ അവിടെ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു ട്രാപ്പാണ്. അതിനകത്ത് പിടിച്ച് വലിക്കുമ്പോൾ ആ പടക്കങ്ങളെല്ലാം പൊട്ടും. എന്നാൽ അതിനകത്ത് പിടിച്ച് വലിക്കുമ്പോഴായിട്ട് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ലൈറ്റർ ആണെങ്കിൽ ദൂരോട്ട് ചെന്ന് വീഴും. അത് കത്തുന്നില്ല. അത് കത്തിയെങ്കിലും ദൂരോട്ടാണ് വീണിരിക്കുന്നത്, പടക്കങ്ങൾ പൊട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫ്രെഡി ചാടി എണ്ണീറ്റ് അവൻ്റെ ഇരിക്കുന്ന തോക്കെടുത്ത് ആ ഒരു പടക്കത്തിന് നേരെ ഷൂട്ട് ചെയ്യും. എന്നാൽ എത്ര വെടി വെച്ചിട്ടും അതങ്ങോട്ട് ശരിയാവുന്നില്ല, ആ പടക്കത്തിൽ കൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അന്ന ഞാൻ വെടിവെക്കാന്ന് പറഞ്ഞ് തോക്ക് വാങ്ങിച്ചിട്ട് വെടിവെക്കും. അവൾ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആ പടക്കത്തിൽ തന്നെയാണ് കൊള്ളുന്നത്. ഒറ്റ പൊട്ടലാണ്. ആ മൃഗവും ആ ഇറച്ചിയും പടക്കവും എല്ലാം കൂടെ നിന്ന് കത്താനായിട്ട് തുടങ്ങും. ആ ഒരു മൃഗം ചത്തെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേരും കൂടെ കുറച്ച് കഴിയുമ്പോൾ താഴോട്ടിറങ്ങി ചെല്ലും. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ആ ഒരു മൃഗത്തിനെ കാണാനില്ല. അതുമല്ല ചങ്ങലയും പൊട്ടിക്കിടപ്പുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും മനസ്സിലായി, അതായത് ആ ഒരു മൃഗം ചത്തു പോയിട്ടില്ല, അത് ജീവനോടെ തന്നെ ഉണ്ടെന്ന്. ഫ്രെഡി പെട്ടെന്ന് തന്നെ അന്യനെയും വിളിച്ച് കാറിൽ വരികയാണ്. കാറിന്റെ പുറത്ത് നിന്നാൽ ആ മൃഗം എന്തായാലും ഇവർ രണ്ടുപേരും പിടിച്ചു തിന്നും. കാറ് വന്ന് സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുമ്പോൾ നടക്കുന്നില്ല. അന്നയാണ് സ്റ്റാർട്ടാക്കാനായിട്ട് നോക്കുന്നത്. രണ്ടുപേരും നല്ല രീതിയിൽ പേടിച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാക്കാനായിട്ട് പറയുമ്പോൾ അന്നയെ കൊണ്ട് കഴിയുന്നില്ല. രണ്ടുപേരും കൂടെ കാറിൽ നിന്ന് ഇറങ്ങി ഓടി ഒരു ചർച്ചിൽ ചെല്ലും. അവിടെ ചെന്നിട്ട് ഡോറൊക്കെ അടച്ചിരിക്കുകയാണ്. കാരണം ഇവരുടെ പിന്നാലെ തന്നെ ആ ഒരു മൃഗം വന്നിട്ടുണ്ട്. ആ ഒരു മൃഗം ഡോറൊക്കെ തുറന്ന് അകത്തോട്ട് വരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഡോറ് പൊളിച്ചു വരാനായിട്ടുള്ള കഴിവൊന്നും ആ ഒരു മൃഗത്തിനില്ല. കുറെ കഴിയുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ അവിടെ വന്നിരുന്ന് സംസാരിക്കുകയാണ്. ആ ചർച്ചിന്റെ ബെഞ്ചിൽ വന്നിരുന്ന് സംസാരിക്കുകയാണ്. അന്ന അവനോട് ക്ഷമ പറയും. അന്ന് ബസ്സിൽ വെച്ച് നല്ല രീതിയിലൊന്നും മിണ്ടാനായിട്ട് കഴിഞ്ഞില്ലല്ലോ, ഡയറി എഴുതണമെന്ന് പറഞ്ഞിട്ട് അവനെ മാറ്റി വിടാനായിട്ട് ശ്രമിച്ചില്ലേ, അതിന് ക്ഷമ പറയാണ്. എന്നാൽ അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് പതിയെ അവളുടെ അടുത്ത് വന്ന് അവളുടെ മുടിയിൽ തലോടിയിട്ട് അവനൊരു കാര്യം പറയും. അതായത് ഇവന് അവളോട് ക്രഷ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഇവനെ അവളെ ചെറുതായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട്. ഇത് പറയാനായിട്ട് വരുമ്പോഴായിരിക്കും ഇവൾക്ക് വയ്യാതാവുന്നത്. എന്താ പറ്റിയെന്നല്ലേ, അതായത് പുറം ലോകത്ത് അവളുടെ ബോഡിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അതിന്റെ ഒരു ആഘാതമാണ് ഈ ഒരു ഓർമ്മയിൽ കിടക്കുന്ന അവൾക്ക് വന്നേക്കുന്നത്. അവൾക്ക് വയ്യാതാവുകയാണ്, ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രെഡി അവളെയും പിടിച്ച് സിങ്കിന്റെ അവിടെ വരും. അവളോട് ഛർദ്ദിക്കാനായിട്ട് പറയും. എന്നാൽ അവൾ തറയിൽ ഛർദ്ദിച്ചിട്ട് അവിടെ കുഴഞ്ഞു വീഴാണ്. അവൾക്ക് നല്ല രീതിയിൽ വേദന എടുക്കുന്നുണ്ട്. അവളിങ്ങനെ കിടന്ന് പെടയാണ്. ഫ്രെഡി അവളെ പിടിച്ചു വെക്കും. ഒന്നുമില്ല, ഇപ്പൊ കുറയുമെന്ന് പറഞ്ഞിട്ട്. കുറെ കഴിയുമ്പോഴായിരിക്കും അവൾക്ക് ഇത് കുറയുന്നത്. അതുപോലെ തന്നെ അവളുടെ ബോധം പോയിട്ടുണ്ട്.
പതിയെ അവളെ ഒരു സ്ഥലത്ത് കിടത്തിയിട്ട് ഇങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല, ആ ഒരു മൃഗത്തിനെ എങ്ങനെയെങ്കിലും കൊന്ന് താക്കോലെടുത്ത് ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോകണം, ഇല്ലെങ്കിൽ അന്നേനെ അവർ കോമയിലിട്ട് എന്നെ കൊന്നുകളയും, അവളുടെ അവയവങ്ങൾ എടുക്കും. അതുകൊണ്ട് തന്നെ അവൻ പതിയെ പതിയെ തോക്കെടുത്ത് ആ മൃഗത്തിനെ കൊല്ലാനായിട്ട് ഇറങ്ങി ചെല്ലും. അപ്പോഴായിരിക്കും ഈ ശബ്ദം കേട്ട് അന്നയ്ക്ക് ബോധം വരുന്നത്. നീ എവിടെ പോവാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, എങ്ങും പോകുന്നില്ല, നിന്നെ എനിക്ക് വിട്ടുകൊടുക്കാനായിട്ട് കഴിയത്തില്ല, നീ മരണപ്പെടേണ്ടവളല്ല. ഇതും പറഞ്ഞിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. അന്ന അവനെ വിട്ടു പോവാതിരിക്കാനായിട്ട് പിന്നാലെ ചെല്ലും. അത് അപകടമാണ് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുന്നത്, ആ മൃഗം എവനെ വല്ലതും ചെയ്താലോ. എന്നാൽ അവ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ തോക്കെടുത്ത് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുന്നുണ്ട്. അന്നയും പതിയെ പതിയെ പിന്നാലെ ഇറങ്ങി ചെല്ലാണ്. കുറേയധികം വെടിശബ്ദങ്ങൾ കേൾക്കാം. അവള് പുറത്തോട്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഫ്രെഡിനെ കൊന്നിട്ട് ആ മൃഗം അവിടുന്ന് വലിച്ചെടുത്തോണ്ട് പോന്നു. ഇത് കണ്ട് അവൾ ആകെ സങ്കടപ്പെട്ട് അവിടെ ഇരുന്ന് പോവാണ്. ഇനി സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവള് പതിയെ പള്ളിയുടെ അകത്ത് കയറി ചെന്നിട്ട് എന്തോ ഒരു ആയുധം ഒടിച്ചെടുക്കുന്നുണ്ട്. എന്തോ ഒരു മൂർച്ചയുള്ള കമ്പാണ്, അതെടുത്ത് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. ഇനി ആ മൃഗം വരുവാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ പാഠം പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ അതിനെ കൊന്നു കളയണം, ഇങ്ങനെ വിട്ടാ പറ്റത്തില്ല. പിന്നീട് അവള് പതിയെ പതിയെ നടക്കാനായിട്ട് തുടങ്ങും. നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവളുടെ പഴയ വീട്, കുട്ടിക്കാലത്ത് ഇവള് താമസിച്ചിരുന്ന ആ വീട് കാണാണ്. അതിൻ്റെ അകത്ത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പതിയെ പതിയെ അവൾ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ആന്റിയും അവളും ഇങ്ങനെ ഡ്രാമ കളിക്കുകയാണ്. ആ ഒരു കഥ വായിച്ചിട്ട് അതിൻ്റെ അകത്തുള്ളത് പോലെ ചെയ്യുകയാണ്. ആന്റി ആണെങ്കിൽ ഭീകര മൃഗമാണ്, അതുപോലെ തന്നെ മറ്റവളാണെങ്കിൽ ഒരു രാജാവ്. ഇവൾ ആ ഭീകര മൃഗത്തിനെ കൊല്ലാനായിട്ട് കത്തിയെടുത്ത് വീശും. അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വീട്ടിന്റെ പുറത്താവട്ടെ മറ്റേ 3 പിള്ളേർ വന്നിട്ടുണ്ട്, ഫ്രെഡിയും അവന്റെ കൂട്ടുകാരും. ഈ ഫ്രെഡിയും കൂട്ടുകാരും വിചാരിച്ചിരിക്കുന്നത് ഇത് പ്രേത വീടാണ്, ഇതിന്റെ അകത്ത് പ്രേതം ഉണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ പ്രേതത്തിനെ പേടിപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ് അവന്മാർ 3 പേര്. ഫ്രെഡിയുടെ കൂട്ടുകാരെ അവനെ കളിയാകാം, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ പ്രേതത്തിനെ കല്ലെടുത്ത് എറിയടാന്ന്. അതുകൊണ്ട് തന്നെ ഫ്രെഡി തറയിൽ കിടക്കുന്ന ഒരു കല്ലെടുത്ത് വീട്ടിന്റെ അകത്തോട്ട് എറിയും. ആ സമയമായിരിക്കും ഈ ഒരു അന്നയാണെങ്കിൽ വാളെടുത്ത് വീശുന്നത്. ചുമ്മാ കഥയിലുള്ളത് പോലെ ആ ഒരു മൃഗത്തിനെ കൊല്ലാനായിട്ട് ആന്റിയാണ് ആ ഒരു മൃഗം. വാളെന്ന് പറഞ്ഞാൽ ഒരു കാർഡ്ബോർഡിന്റെ വാള്. അങ്ങനെ വീശുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആ ഒരു കല്ല് വന്ന് ഒരു മെഴുകുതിരിയിൽ വീഴാണ്. ആ മെഴുകുതിരി മറിഞ്ഞിട്ട് ആന്റിയുടെ ദേഹത്ത് വീഴും. ആന്റിയുടെ ദേഹം കത്താനായിട്ട് തുടങ്ങും. അങ്ങനെയാണ് അന്നയുടെ ആന്റി മരണപ്പെട്ടു പോയത്. ഇപ്പോ അന്ന അത് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും അവളുടെ തെറ്റുകൊണ്ടല്ല ആ ഒരു മെഴുകുതിരി മറിഞ്ഞത്, പകരം പുറത്തുനിന്ന് ആരൊക്കെ കല്ലെടുത്ത് എറിഞ്ഞിട്ടാണ് ഇത് സംഭവിച്ചത്. അവൾക്ക് മനസ്സിലായി അത് കുഞ്ഞു ഫ്രെഡി കാരണമാണെന്ന്. കുഞ്ഞു ഫ്രെഡിയും അതുപോലെ തന്നെ അവന്റെ കൂട്ടുകാരും വന്ന് നോക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് കാണുന്നത്. അവന്മാർ 3 പേരും കൂടെ പേടിച്ചിട്ട് അവിടെ നിന്ന് ഓടിപ്പോവും. ഇങ്ങനെയൊക്കെ നടക്കുവാണെങ്കിൽ കുട്ടികളല്ലേ, അവർക്ക് എന്തറിയാം. ഇത് കണ്ട് അന്ന ആകെ തകർന്ന് നിൽക്കുമ്പോഴായിരിക്കും അവളുടെ പിന്നിൽ കൂടെ ഒറിജിനൽ ആയിട്ടുള്ള, അതായത് വലിയ ഫ്രെഡി വന്നിട്ട് എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞിട്ട് തറയിൽ വീഴുന്നത്. അന്നയ്ക്ക് ഇപ്പോഴും അവനോട് വൈരാഗ്യമൊന്നുമില്ല. പെട്ടെന്ന് അവന്റെ അടുത്ത് ചെന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കുകയാണ്. നിനക്കൊന്നുമില്ല, നീ മരിക്കത്തില്ല, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് അവൻ്റെ അടുത്ത് ഇറങ്ങി പോണ്ടെന്ന് പറഞ്ഞിട്ട് അവ ഇറങ്ങിപ്പോയി. ഇപ്പൊ അതിന്റെ ആക്രമണം ഏറ്റിട്ട് വയ്യാതെ കിടക്കാണ്. അവനിങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അന്ന അവിടെ ഇരിക്കുന്നുണ്ട്. ആ നേരമായിരിക്കും ആ ഒരു ഭീകര മൃഗം അങ്ങോട്ട് വരുന്നത്, അതും അന്നേനെ ആക്രമിക്കാനായിട്ട്. അന്ന ഫ്രെഡീനെ അവിടെ കിടത്തിയിട്ട് പതിയെ ആ ഒരു മൃഗത്തിന്റെ അടുത്ത് ചെന്നിട്ട് എനിക്ക് നിന്നെ പേടിയില്ലടാ, അതിന്റെ പേടിയില്ല നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞു നിൽക്കുക. എന്നാൽ ആ മൃഗമാണെങ്കിൽ ഇവളെ തള്ളി ഒറ്റ കളയലാണ്. ഇവള് തെറിച്ച് വീഴുന്നുണ്ട്. ഇവൾക്ക് ഒന്നാമത് വയ്യാത്തതാണ്. എന്തായാലും തറയിൽ കിടക്കുന്ന ആ ഒരു ആയുധം അവൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോഴായിരിക്കും ഈ മൃഗം വന്ന് അവളെ പിടിക്കുന്നത്. ഇവളെ ആക്രമിക്കാനായിട്ട് നോക്കുമ്പോൾ അത് നടക്കുന്നില്ല. അത് ആ ഒരു ആയുധമൊക്കെ തള്ളി മാറ്റുകയാണ്. പക്ഷേ തറയിൽ നിന്നൊരു മെഴുകുതിരി കിട്ടും. ആ ഒരു മെഴുകുതിരി എടുത്തിട്ട് അതിന്റെ ദേഹത്തടിക്കും, അതായത് അതിന്റെ മുഖത്ത് വെച്ച് അടിച്ചു കൊടുക്കും. അതിന്റെ മുഖം ചെറുതായിട്ടൊന്ന് കത്തുന്നുണ്ട്. ആ ഒരു മൃഗം പേടിച്ച് മാറുമ്പോൾ അന്ന തറയുന്ന ആ ഒരു ആയുധം എടുക്കുകയാണ്. അതിനെ വീണ്ടും ആക്രമിക്കാനായിട്ട് നോക്കും. എന്നാൽ അത് വീണ്ടും തട്ടി മാറ്റും. അതിന്റെ മുമ്പിൽ അന്നയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ അതൊന്നും അവൾ കാര്യമാക്കി എടുക്കാതെ എങ്ങനെയൊക്കെ കുറെ ധൈര്യം സംഭരിച്ച് ആ ഒരു മൃഗത്തിനെ തള്ളി മാറ്റി അവൾ ആയുധം എടുത്ത് പിന്നിലോട്ട് മാറും. ഈ മൃഗം പെട്ടെന്ന് തന്നെ അവളുടെ ദേഹത്തോട്ട് ചാടി വീഴാണ്. പക്ഷെ അതൊരു മൂർച്ചയുള്ള ആയുധമായിരുന്നു. അത് അവള് ആ ഒരു മൃഗത്തിന്റെ നേരെ വെച്ചു കൊടുത്തതും ആ ഒരു മൃഗത്തിന്റെ നേരെ അത് കൊണ്ടു കയറിയിട്ടുണ്ട്. അത് അവിടെ തന്നെ മരണപ്പെട്ട് തറയിൽ വീണു പോവാണ്. അവൾ ആക്രമിക്കാനായിട്ട് ആ ഒരു മൃഗത്തിന് കഴിഞ്ഞില്ല. അത് ചത്തു വീഴുന്നതും ആ ഒരു താക്കോല് അതിന്റെ നെഞ്ചത്തുനിന്ന് അന്നയ്ക്ക് എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ആ ഒരു താക്കോലും എടുത്തിട്ട് ഫ്രെഡിയുടെ അടുത്ത് ചെന്നിരിക്കുകയാണ്. ആ സമയം കൊണ്ട് ആ ഒരു പുകമയം ഈ ഒരു സ്ഥലം മൊത്തം വളഞ്ഞു കഴിഞ്ഞു. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരെയും മൂടുകയാണ്. പിന്നീട് അവള് കണ്ണ് തുറക്കുമ്പോഴാവട്ടെ ഇവൾ ആ വാതിലിന്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. കൂടെ തന്നെ ഫ്രെഡിയുണ്ട്. ആ ഒരു പുകമയം ഇവളെ വളഞ്ഞത് കൊണ്ടാണ് ആ വാതിൽ ഇവരുടെ അടുത്തോട്ട് വന്നത്. അന്ന ഒന്നും നോക്കത്തില്ല. അവളുടെ കയ്യിലിരിക്കുന്ന താക്കോൽ എടുത്തിട്ട് ആ ഒരു ഡോറിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ടതും ആ ഡോർ ഓപ്പൺ ആവുന്നൊന്നുമില്ല. പകരം ഫ്രെഡിയുടെ ദേഹം കുറെ അധികം മുറിഞ്ഞിട്ടില്ലേ, ആ മുറിവിൽ നിന്ന് ഒരു ചോരത്തുള്ളി പറന്നുപോയി ആ താക്കോലിൽ തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും അന്നയ്ക്ക് ഒരു കാര്യം മനസ്സിലാവുന്നത്, ഫ്രെഡിയിൽ ഈ ഡോറ് വരച്ചത്, അതുകൊണ്ട് തന്നെ അവനായിരിക്കും ചിലപ്പോൾ തുറക്കാനായിട്ട് കഴിയുക. അതുകൊണ്ട് തന്നെ അവന്റെ കൈ പിടിച്ച് ആ ഒരു താക്കോലിൽ തൊടിക്കുമ്പോൾ ഈ ഡോർ ഓപ്പൺ ആവുകയാണ്. ഫ്രെഡിനെ വലിച്ചെടുത്ത് അവൾ അകത്തോട്ട് കയറി പോവുകയാണ്. പെട്ടെന്ന് തന്നെ അവള് കോമയിൽ കണ്ണു തുറക്കുകയാണ്. ഇത്രയും നേരം അവള് കോമയിൽ കിടന്ന് സ്വപ്നം കണ്ടത് മാത്രമായിരുന്നു ഇത്രയധികം കാര്യങ്ങൾ. ഇനിയിപ്പോ ഫ്രെഡിയും കോമയിലായിരുന്നോ? ഇതൊക്കെ അറിയാനായിട്ട് അവള് പെട്ടെന്ന് തന്നെ കട്ടിൽ നിന്ന് പുറത്തിറങ്ങി പതിയെ പതിയെ നടക്കാണ്. ഈ 2 മാസം കോമയിൽ കിടന്ന
കിടന്നതുകൊണ്ട് തന്നെ അവൾക്ക് നടക്കാനായിട്ടുള്ള ആരോഗ്യമൊന്നുമില്ല. എന്നാലും എങ്ങനെയെങ്കിലുമൊക്കെ വലിഞ്ഞ് വലിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. അവളുടെ പിന്നാലെ കുറേയധികം നേഴ്സൊക്കെ വരുന്നുണ്ട്. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ ഇവള് ഫ്രെഡി കിടക്കുന്ന റൂമിൽ ചെല്ലുകയാണ്. എന്നാൽ അവിടെ ചെന്ന് കർട്ടൻ മാറ്റി നോക്കുമ്പോൾ അവിടെ ഫ്രെഡി ഇല്ല, പകരം ഒരു വയസ്സായിട്ടുള്ള മനുഷ്യനാണ്. അവൾ ആകെ തകർന്നു പോകുന്നുണ്ട്. ഫ്രെഡി എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല. കട്ട് ചെയ്താൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൾ ഡിസ്ചാർജ് ആയിട്ടുണ്ട്. അവൾ നേരെ ചെല്ലുന്നത് ഫ്രെഡിയുടെ വീട്ടിലാണ്. അവിടെ ചെന്ന് ഡോറിൽ കൊട്ടുമ്പോൾ ഡോറ് തുറക്കുന്നത് ഒരു സ്ത്രീയാണ്. അത് മറ്റാരുമല്ല, ഫ്രെഡിയുടെ കെയർ ടേക്കർ ആണ്. ആ കെയർ ടേക്കറിന്റെ പിന്നാലെ ചെല്ലുമ്പോൾ കെയർ ടേക്കർ കാണിച്ചു കൊടുക്കുകയാണ് ഫ്രെഡി അവിടെ ഇരിപ്പുണ്ടെന്ന്. നോക്കുമ്പോൾ അത് ഫ്രെഡി തന്നെയാണ്. കെയർ ടേക്കറിന് എന്തോ ഒരു ജോലി ഉള്ളത് കൊണ്ട് തന്നെ അന്നേനെ ഇവിടെ ആക്കിയിട്ട് കെയർ ടേക്കർ അവിടെ നിന്ന് മാറിപ്പോ അന്നെ പതിയെ പതിയെ ഫ്രെഡിയുടെ അടുത്ത് ചെല്ലുകയാണ് അവനോട് സംസാരിക്കാനായിട്ട്. എന്നാൽ ഫ്രെഡിക്ക് ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. അവനാകെ ഓർമ്മയുള്ളത് ഇവളും അവനും ബസ്സിലുള്ള കാര്യം മാത്രമാണ്. ഇവളെ കാണുമ്പോഴേ ചോദിക്കും, നീ ആ ബസ്സിലുള്ള പെൺകുട്ടിയല്ലേന്ന്. എന്നാൽ ഇവള് ഭയങ്കര ഇമോഷനായിട്ട് അവന്റെ അടുത്ത് ചെല്ലും, അവനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കും. ഇവർ രണ്ടുപേരും ഒരുപാട് പരിചയമുള്ളത് പോലാണ് അന്ന സംസാരിക്കുന്നത്. എന്നാൽ അവൻ ഒരു കാര്യങ്ങളും ഓർമ്മയില്ല. ഇനിയിപ്പം അവൻ കോമയിലില്ലായിരുന്നോ അതൊന്നും അറിയത്തില്ല. ഫ്രെഡിയെ കണ്ടു കഴിഞ്ഞിട്ട് കെയർ ടേക്കറിനെ വന്ന് കാണാണ്. കെയർ ടേക്കറിനോട് കാര്യം പറയും, ഫ്രെഡി എങ്ങനെയാണ് ഇത്രയധികം നാള് കടന്നു പോയത്, അവൻ കോമയിലായിരുന്നോ എന്ന്. എന്നാൽ ഫ്രെഡി കോമയിലൊന്നും അല്ലായിരുന്നു. അവൻ ഈ രാത്രി കിടക്കുന്ന സമയത്ത് ചില സ്വപ്നങ്ങളൊക്കെ കാണും, അങ്ങനെ മുറുമുറുക്കാറുമുണ്ട്. ഇവൻ എല്ലാ ഓർമ്മകളും നഷ്ടപ്പെട്ടു പോയി. എന്നാൽ ആകെ ഓർമ്മ ഏതാന്ന് വെച്ചാൽ അന്ന് ബസ്സിൽ പോയ കാര്യം മാത്രമാണ്. അത് മാത്രമേ അവന് ഓർമ്മയുള്ളൂ, ബാക്കിയെല്ലാം മറന്നുപോയി. പിന്നെ ഈ ഫ്രെഡി സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ ഈ കോമിക്കായിട്ട് വരയ്ക്കും. അതെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കും അന്നയ്ക്ക്. അന്ന ആ ഒരു ഫോട്ടോ ഒക്കെ അല്ലെങ്കിൽ ആ ഒരു ഡ്രോയിങ് ഒക്കെ നോക്കുമ്പോൾ എന്താ കാണുന്നത്, ഇവര് സ്വപ്നത്തിൽ കണ്ടില്ലേ, അതായത് അന്ന കോമയിൽ കിടന്ന സമയത്ത് കണ്ടില്ലേ കുറെ കാര്യങ്ങൾ, അതെല്ലാം അവൻ പടമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ അവൾക്ക് മനസ്സിലാവും, അതായത് ഈ സ്വപ്നത്തിലുള്ള സമയത്താണ് അവൻ അന്നയോട് വന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിനർത്ഥം അവളുടെ കൂടെ കോമയിൽ എവനും ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നൊന്നും ചോദിക്കല്, അത് റിയൽ ലൈഫിൽ നടക്കത്തില്ല, പക്ഷേ കഥകളിൽ നടക്കും. അതായത് അന്നയുടെ കോമയിൽ അവന് ചെല്ലാനായിട്ട് കഴിയുമായിരുന്നു, അത് ഉറങ്ങുന്ന സമയത്ത്. അങ്ങനെയാണ് ഫ്രെഡി അവളുടെ ആ ഒരു സ്വപ്നത്തിൽ ചെന്നിരുന്നത്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇത് വെറും കഥയാണ്, ഒരിക്കലും റിയൽ ലൈഫിൽ നടക്കത്തില്ല. ഇവരുടെ രണ്ടുപേരും ഓർമ്മകൾ സിങ്കായി, അത്രേ ഉള്ളൂ. അതുപോലെ തന്നെ അന്ന് ബസ്സിൽ വെച്ച് അവനൊരു ഫോട്ടോ വരച്ചില്ലായിരുന്നോ, അതെല്ലാം അതിനകത്ത് അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിനുശേഷം അന്നയാണെങ്കിൽ അവന്റെ റൂമൊക്കെ ഇങ്ങനെ പോയി നോക്കി നിൽക്കുകയാണ്. അങ്ങോട്ട് തന്നെ ഫ്രെഡി വീൽ ചെയറിൽ വരുന്നുണ്ട്. അവൻ വരുമ്പോൾ അന്ന അവനോട് സംസാരിക്കും, നിനക്ക് വല്ല കാര്യങ്ങളും ഓർമ്മയുണ്ടോ എന്ന്. അവന് ഒന്നും ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ അവൻ വരച്ച ഡ്രോയിങ്സ് ഒക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ പതിയെ പതിയെ അവന് ഓർമ്മ വരുന്നുണ്ട്. അവ ഓർമ്മ വന്നത് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? പതിയെ അവളുടെ മുഖത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പതിയെ പതിയെ ചെന്നിട്ട് എനിക്ക് എല്ലാ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് അവൾക്ക് ഉമ്മ കൊടുക്കാനായിട്ട് തുടങ്ങും. അവൻ എല്ലാ കാര്യങ്ങളും, അതായത് ആ സ്വപ്നത്തിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അന്നയ്ക്ക് ഓൾറെഡി ഇതെല്ലാം ഓർമ്മയുണ്ടല്ലോ. രണ്ടുപേരും നല്ല രീതിയിൽ സ്നേഹിക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഒരു വെറൈറ്റി കഥയില്ലേ? നിങ്ങൾക്ക് കാര്യം പറഞ്ഞത് മനസ്സിലായോ എങ്ങനെയാണെന്ന്? അതായത് അന്ന ഒരു ആക്സിഡന്റിന് ശേഷം കോമയിൽ പോയി. ആ കോമയിൽ വെച്ച് ഇവൾക്ക് എണീക്കാനായിട്ട് കഴിയുന്നില്ല. പകരം അവളുടെ ബ്രെയിൻ ഒരു ഇല്യൂഷൻ സൃഷ്ടിച്ചു. ആ ഒരു ഇല്യൂഷനകത്ത് അവൾ കുടുങ്ങിപ്പോയി. എന്നാൽ ആ ഇല്യൂഷന്റെ അകത്ത് ഈ ഒരു ഫ്രെഡിയും വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെ? അത് കഥ മാത്രമാണ്. ഫ്രെഡിയും ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് അവളുടെ സ്വപ്നത്തിൽ ചെല്ലും. ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു. ഇതാണ് നടന്നത്. എന്തായാലും ഈ കഥ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യൂ. അപ്പോൾ അടുത്തൊരു കഥയായിട്ട് കാണും വരെ ഓക്കെ ബൈ.